ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ പൊല്യൂഷൻ ടെസ്റ്റിന് പോയിട്ട് വന്ന വണ്ടിയാണ്. പൊല്യൂഷൻ ഫെയിൽഡാണ്. അപ്പം ഇനി ചെയ്യേണ്ട കാര്യം, ഓയിൽ നമ്മൾ മാറ്റി എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ പറ്റ മോശമാണ്. ഈ എയർ ഫിൽറ്ററൊക്കെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ പൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. അതുപോലെ ഓയിൽ, അപ്പം ഇനി പുതിയ എയർ ഫിൽറ്റർ ഇട്ടാൽ മാത്രം പോരാ. ഇതിൽ കാർബൺ, ഈ പഴയ ഓയിലും പഴയ എയർ ഫിൽറ്ററും വെച്ച് ഓടിയിട്ട് ത്രോട്ടിലൊക്കെ കാർബൺ കയറി അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി എങ്ങനെ അയക്കാമെന്നും കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. ത്രോട്ടിൽ ബോഡി അയക്കുമ്പോൾ നമുക്ക് വേണ്ട ടൂള് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് 10-ൻ്റെ T, പിന്നെ 12-ൻ്റെ 1 സൈഡ്, പിന്നെ ഒരു നോസ് പ്ലെയർ, ഒരു സ്റ്റാർ. ഈ നോസ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് 2 ഹോസ് ക്ലിപ്പുകൾ ഊരിയെടുക്കാനുണ്ടാവും. എയർ ഫിൽറ്ററിൻ്റെ ഈ ഹോസ് ക്ലിപ്പും ഊരിയെടുത്തതിൻ്റെ ശേഷം നോസ് പ്ലെയറിൻ്റെ ഉപയോഗം നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മതി. പിന്നെ ഈ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ആ എയർ ഫിൽറ്ററിൻ്റെ ത്രോട്ടിലേക്ക് കയറി പോകുന്ന ഭാഗം അവിടെ നിന്ന് അത് ഊരിയെടുക്കണം. സാധാരണ ഡീസൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇജാറ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞു വയ്ക്കും, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് പാസ്സാവും. ഈ പെട്രോൾ വണ്ടീൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ അയച്ച് ക്ലീൻ ചെയ്യുക. കാർബറേറ്റർ 800 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ അയച്ച് ടൂളിങ്ങും കാര്യങ്ങളും ക്ലിയറാക്കി അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടി വരും. എയർ ഫിൽറ്ററിൻ്റെ 10-ൻ്റെ വോൾട്ട് ഇവിടെ വരും, അത് ഓൾറെഡി അവിടെ കാണുന്നില്ല. അങ്ങനെ ചെയ്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കിട്ടും. പിന്നെയും പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിലും മാത്രം പ്ലഗ് ചേഞ്ചിങ്ങും പിന്നെ കാറ്റലിക് കൺവേർട്ടറൊക്കെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരലുണ്ട്. പക്ഷേ ഈ ഒരു ക്ലീനിങ്ങിലൂടെ തന്നെ എല്ലാം ക്ലിയർ ആവലുണ്ട്. എന്തായാലും നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എയർ ഫിൽറ്റർ അയച്ചെടുത്തിട്ടുണ്ട് പോരുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ സ്റ്റാർ നല്ലോണം ലൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ത്രോട്ടിലിൻ്റെ ആ മൗത്ത് ഭാഗത്തേക്ക് വരുന്ന സ്റ്റാർ ഒന്നും കൂടെ ലൂസാക്കി എടുക്കണം. പിടിച്ച് വലിച്ചാൽ അത് പൊട്ടും. അപ്പോൾ നല്ലവണ്ണം ലൂസാക്കി കൊടുക്കണം. അത് ഊരി പോന്നിട്ടുണ്ട്. ആ പൈപ്പ്, വാൾ കവറിൻ്റെ മുകളിൽ വരുന്ന പൈപ്പ് ഊരി അതുകൊണ്ട് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മളെ ത്രോട്ടിൽ. ഇനി 12-ൻ്റെ 1 സൈഡ് സ്പാൻഡർ വെച്ചിട്ട് നമുക്ക് ഊരാനുള്ളത് ഈ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ നെട്ട് ലൂസാക്കിയതിൻ്റെ ശേഷം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. 12-ൻ്റെ സ്പാൻഡർ ആ ഒരു കാര്യത്തിന് മാത്രമേ ഈ പണിക്കുള്ളൂ. ഇനി ഫിറ്റ് ചെയ്യുമ്പോൾ വെക്കുക. പിന്നെ 10-ൻ്റെ T വെച്ചിട്ട് 1, 2, 3, 4 ഈ 4 വോൾട്ടാണ് ഊരാനുള്ളത്. ഈ 4 വോൾട്ട് ഊരുന്നതിന് മുമ്പ് നമുക്ക് ഈ ത്രോട്ടിലിൻ്റെ മുകളിൽ വന്നിട്ടുള്ള സെൻസറിൻ്റെ ഒക്കെ കപ്ലറുകൾ ഊരിയിട്ട് മാറ്റേണ്ടതാണ്. 3 കപ്ലറുകൾ വരും. എന്നിട്ട് പ്ലസ് ചെയ്തങ്ങാണ്ട് വലിച്ചാൽ മതി. ആ കപ്ലർ ഊരേണ്ട ആവശ്യമില്ല. 3ാമത്തെ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഈ 3 കപ്ലർ ഊരി കഴിഞ്ഞാൽ ത്രോട്ടിൽ പോരും. ഈ പൈപ്പ് റിമൂവ് ചെയ്തിട്ട് ത്രോട്ടിൽ പുറത്തേക്ക് എടുക്കുക. ത്രോട്ടിൽ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മുടെ പണി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ത്രോട്ടിൽ പുറത്തേക്ക് ഇത് ഊരിയെടുക്കാനുള്ള ISE വാൾവ്, അതിൻ്റെ സെൻസറാണ് ഈ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെൻസറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരുന്നുണ്ട്. ഈ വാൾവിൻ്റെ അവിടെ ഒരു
മോട്ടർ മാതിരി തിരിയണ ഒരു സംഭവമുണ്ട്. അത് ഫ്രീ ആയിട്ടാണ് തിരിയണത്. ഇതിനു മുമ്പ് ഈ ത്രോട്ടിൽ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് കാർബൺ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടിരുന്ന സംഭവം തിരിയൂല, സ്റ്റക്കാവും. അതുകൊണ്ട് അത് അയച്ചിട്ട് നീ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അയക്കണമില്ല. കാർബറേറ്റർ ക്ലീനർ, ത്രോട്ടിൽ ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രേ ഉണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് ക്ലീൻ ചെയ്യുക. ത്രോട്ടിൽ വാൾവ് തുറന്നു പിടിച്ചിട്ടും അതിൻ്റെ ഇടയിൽ ഹോളുകളിലൊക്കെ, എയർ പോണ ഹോളിലൊക്കെ നല്ലോണം കാർബൺ ഉണ്ട്. ത്രോട്ടിൽ വാൾവ് നമുക്ക് തുറന്നു പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാറും വെച്ച് കണ്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ടിട്ട് നല്ല ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ തുറന്ന് പിടിക്കണം. തുറന്ന് പിടിക്കാൻ അതിൻ്റെ മേലൊരു സ്റ്റാർ വെച്ച് ലോക്ക് ചെയ്യുക. ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിന് ഭയങ്കര സുഖമായിട്ട് ക്ലീൻ ചെയ്യാം. നല്ല ഒരുതി പറ്റണത്രയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്ന്. ഈ ത്രോട്ടിൽ ബോർഡിൻ്റെ ബ്ലാക്ക് കളറിൽ കാണുന്ന പാക്കിങ് നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മാറ്റണില്ല. ആ പാക്കിങ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പാക്കിങ് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല. ഇതിലൂടെ കയറിപ്പോണ എയറിൽ മിക്സ് ആവുകയാണ് ഈ കാർബൺ. അപ്പോഴാണ് ഈ പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്നത്. ഓരോ ഹോളിലും അടിക്കുമ്പോഴും കറുത്ത കൈ വന്നുകൊണ്ടിരിക്കേണ്ട. ഈ ബോട്ടിൽ സ്പ്രേ കഴിയണ വരെ അടിച്ചു വിടുക തന്നെ. വെറുതെ നാശാക്കി കളയരുത്. കറക്റ്റ് പൊസിഷനിൽ നിന്ന് അടിക്കുക. ഹോൾ അളന്ന് തിരിച്ചും മറിച്ചും വെച്ചിട്ടൊക്കെ നമുക്ക് ഇതടിച്ച് ക്ലീൻ ചെയ്യുക. അതവിടെ ബാക്കിൽ ആ കാണുന്ന മേലെ കാണുന്ന ഹോളിലൊക്കെ കാർബൺ ഉണ്ട്, അതിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. കണ്ട കറുത്ത കൈ വരുന്നുണ്ട. ഈ കരിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ഒരു കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് നല്ലോണം തുടച്ച്. ഈ ISC വാൾവ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫ്രീ ആയിട്ട് തിരിയണം ആദ്യം. ഫ്രീ ആയിട്ട് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ 4 സ്റ്റാർ സ്ക്രൂ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാർബൺ ഉണ്ടെങ്കിൽ അതും ത്രോട്ടിൽ വെച്ച് ക്ലീൻ ചെയ്യാം. നമ്മൾ അയച്ചിട്ടില്ല, അതിൽ കാർബൺ ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് അതിൻ്റെ മുകളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓറിങ് ഇല്ലാതെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് സീറ്റിംഗ് ആവും വേണം. ഇറങ്ങിയിരിക്കണം. അതിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മീഡിയം ടൈറ്റ് ആക്കിയാൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ ഒരു പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ ട്യൂണിങ് കറക്റ്റ് ചെയ്യാനുണ്ടാവും. മറ്റേത് ഏതെങ്കിലും പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി റൈസിങ് കൂടുതലായിട്ട് നിൽക്കും. ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. റണ്ണിങ്ങിൽ വരുന്ന മാറ്റം കണ്ടില്ല. ഇതാണ് ഇതിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ വെച്ചുകൊണ്ട് ചെറിയ സ്റ്റാർ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ ചെറിയ മൈനസ് വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ വലിയ സ്റ്റാർ സ്ക്രൂവോ മൈനസോ ഒന്നും കയറില്ല. അപ്പോൾ ചെറുത് കിട്ടും. ചെറുത് വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ആക്കുക. കൂടുതൽ റൈസിങ് എങ്ങനെയാണോ നമുക്ക് വേണ്ട രീതിയിൽ അത് തോന്നും. നമുക്ക് ഇതിമത്തി ഇരിക്കുമ്പോൾ തന്നെ അറിയാം ഓവർ റണ്ണിങ് ആണ്, കറക്റ്റ് ട്യൂണിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് വയ്ക്കുക. അങ്ങനെ പൊല്യൂഷൻ ടെസ്റ്റിന് നമ്മൾ എത്തിയിട്ടുണ്ട്. പുക പരിശോധിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊഹം ആയിട്ടുണ്ട്. ടെസ്റ്റ് ഒറ്റയടിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടാ. പേപ്പർ ഒറ്റ ഇതിൽ തന്നെ കിട്ടി. ഓവർ കളിക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ 26/7/2024, 25/1/2025 6 മാസം വരെ നോക്കണ്ട. ഇനി അടുത്ത 6 മാസം വരെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയായിട്ട് മുമ്പോട്ട് പോവാം. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.